ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുമ്പുള്ള ആളുകൾ ഫേസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതാണ് മാർജിനലൈസേഷൻ എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. ആളുകൾക്ക് നീതി ലഭിക്കാതെ വരിക, ജെൻഡറിൻ്റെയും കാസ്റ്റിൻ്റെയും പല രീതിയിൽ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടു. അതിൽ നിന്ന് നമ്മൾ ഇന്ന് ജസ്റ്റിസിലേക്ക് എത്തിപ്പെട്ടു. അതിനൊക്കെ വഴിതെളിച്ച പല ലീഡേഴ്സിനെ കുറിച്ചും അവർ എങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തെടുത്തു എന്നുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷൻ മാറ്റാൻ കഴിയുമെന്ന് നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വൺ ഡേ വൈൽ ഐ വാസ് ഇൻ ദ 5th സ്റ്റാൻഡേർഡ് അറ്റ് ദ രാമേശ്വരം എലിമെൻ്ററി സ്കൂൾ, എ ന്യൂ ടീച്ചർ കെയിം ടു അവർ ക്ലാസ്. ഞാൻ 5ാം ക്ലാസ്സിൽ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന ഒരു ദിവസം ഒരു പുതിയ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു. ഐ യൂസ് ടു വെയർ എ ക്യാപ്പ് വിച്ച് ഈസ് കോമൺ ടു മുസ്ലിം ബോയ്സ്. മുസ്ലിം ബോയ്സ് സാധാരണ ധരിക്കുന്ന ഒരു തൊപ്പി ഞാനും സാധാരണ ധരിച്ചിരുന്നു. മൈ യൂഷ്വൽ സീറ്റ് വാസ് ഇൻ ദ ഫ്രണ്ട് റോ നിയർ ടു രാമനാഥ ശാസ്ത്രി. ഞാൻ രാമനാഥ ശാസ്ത്രിയുടെ അടുത്ത് ആയിരുന്നു സ്ഥിരമായി ഇരുന്നിരുന്നത്. അതും ഫ്രണ്ട് റോയിലായിരുന്നു. മുമ്പ് തന്നെയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. ഹു ഓൾവേസ് ഹാഡ് എ സീക്രട്ട് ത്രെഡ് ഓൺ. രാമനാഥ ശാസ്ത്രി എപ്പോഴും ഒരു പൂണൂല് ധരിച്ചിരുന്നു. ദ ന്യൂ ടീച്ചർ കുഡ് നോട്ട് സ്റ്റമക്ക് എ ഹിന്ദു പ്രീസ്റ്റ് സൺ സിറ്റിംഗ് വിത്ത് എ മുസ്ലിം ബോയ്. അപ്പോൾ പുതിയ ടീച്ചർക്ക് ഒരു മുസ്ലിം കുട്ടി ഹിന്ദു പ്രീസ്റ്റിൻ്റെ മകൻ്റെ അടുത്ത് ഇരിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. ബീങ് എ സ്റ്റോൺ സപ്പോർട്ടർ ഓഫ് ദ സോഷ്യൽ ഓർഡർ പ്രിവെയിൽ ദെൻ ഹി ആസ്ക്ഡ് മീ ടു ഗോ ആൻഡ് സിറ്റ് ഓൺ ദ ബാക്ക് ബെഞ്ച്. അപ്പോൾ അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്നെ പുറകത്തെ ബെഞ്ചിലേക്ക് പോയിരിക്കാൻ പറഞ്ഞു. ഐ ഫെൽറ്റ് വെരി സാഡ്. എനിക്ക് വളരെ സങ്കടമായി. ആൻഡ് സോ ഡിഡ് രാമനാഥ ശാസ്ത്രി. അതുപോലെ തന്നെ രാമനാഥ ശാസ്ത്രിക്കും വളരെ സങ്കടമായി. ദ ഇമേജ് ഓഫ് ഹിം വീപ്പിംഗ് വെൻ ഐ ഷിഫ്റ്റഡ് ടു ദ ലാസ്റ്റ് റോ ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഇൻ മൈ മൈൻഡ്. അപ്പോൾ ഞാൻ പുറകിലെ ബെഞ്ചിൽ പോയിരുന്നപ്പോൾ അവൻ കരഞ്ഞു. ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്നെ വളരെയധികം എഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ വളരെയധികം ബാധിച്ചു. എനിക്ക് അത് വളരെ സങ്കടമുണ്ടാക്കി. ആഫ്റ്റർ സ്കൂൾ വി വെൻറ്റ് ഹോം ആൻഡ് ടോൾഡ് അവർ പാരൻസ് അബൌട്ട് ദ ഇൻസിഡൻറ്റ്. ഇപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞേരം ഞങ്ങൾ പാരൻസിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു, ഈ ഒരു സംഭവം പറഞ്ഞു. ലക്ഷ്മണ ശാസ്ത്രി സമ്മൺഡ് ദ ടീച്ചർ ആൻഡ് ഇൻ അവർ പ്രസൻസ് told the teacher not to spread the poison of social inequality and communal intolerance in the minds of innocent children. ലക്ഷ്മണ ശാസ്ത്രി ടീച്ചറെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രസൻസിൽ തന്നെയായിരുന്നു പറഞ്ഞത്, ഞങ്ങൾ കൂടെ ഉണ്ട്. ആ സമയത്താണ് ലക്ഷ്മണ ശാസ്ത്രി അദ്ദേഹത്തോട് പുതിയ ടീച്ചറോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ടോൾ ദ ടീച്ചർ നോട്ട് ടു സ്പ്രെഡ് ദ പോയ്സൺ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് കമ്മ്യൂണൽ ഇൻടോളറൻസ്. സോഷ്യൽ ഇനീക്വാലിറ്റി ആവുന്ന പോയ്സൺ കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കരുത്. അതുപോലെ കമ്മ്യൂണൽ ഇൻടോളറൻസും കുട്ടികളുടെ മനസ്സിൽ, ആ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾ കുത്തിവെക്കരുത് എന്ന് പുതിയ ടീച്ചറോട് പറഞ്ഞു. നോട്ട് ഓൺലി ഡിഡ് ദ ടീച്ചർ റിഗ്രറ്റ് ഹിസ് ബിഹേവിയർ ബട്ട് എ സ്ട്രോങ് സെൻസ് ഓഫ് കൺവിക്ഷൻ ദാറ്റ് ലക്ഷ്മണ ശാസ്ത്രി പാസ്ഡ് ഇൻ ടു ഹിം ഹാഡ് അൾട്ടിമേറ്റ്ലി റിഫോം ദാറ്റ് യങ് ടീച്ചർ. ഇപ്പോൾ ലക്ഷ്മണ ശാസ്ത്രി പറഞ്ഞ ഈ ഒരു കാര്യം അദ്ദേഹത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന് തൻ്റെ പെരുമാറ്റത്തിൽ വളരെയധികം സങ്കടവും തോന്നി. വിങ്സ് ഓഫ് ഫയർ ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മുടെ മുൻ പ്രസിഡൻറ്റും സയൻറ്റിസ്റ്റുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്നതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആർ യു ഫെമിലിയർ വിത്ത് ദ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നൗ. നിങ്ങൾ നമ്മുടെ ഫോമർ പ്രസിഡൻ്റായ അബ്ദുൽ കലാമിൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഫെമിലിയർ ആയില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദിസ് എക്സ്പീരിയൻസ് ഓഫ് APJ അബ്ദുൽ കലാം ഇൻഡിക്കേറ്റ്സ് that there existed a condition where certain sections in the society were left out without being given due consideration. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ചില സമുദായ വിഭാഗങ്ങൾക്ക് വേണ്ടുന്ന പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല, സമൂഹത്തിൽ വേണ്ടുന്ന പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല. ഇൻജസ്റ്റിസ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം ദ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി. സൊസൈറ്റീൻ്റെ
മെയിൻ സ്ട്രീമിൽ നിന്നും മുൻധാരയിൽ നിന്നും ഒരുപാട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ ഒഴിവാക്കി നിർത്തുക. അതാണ് ഇൻജസ്റ്റിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമല്ല, അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കാതെ നിൽക്കുക. അതുപോലെ സമൂഹത്തിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, തരംതിരിച്ച് കാണുക. ഈ വക കാര്യങ്ങളാണ് ഇൻജസ്റ്റിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർട്ടൻ സോഷ്യൽ ഗ്രൂപ്പ്സ് were excluded willfully on account of their caste, religion or class. Though eligible, these groups were denied employment and education. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, വിദ്യാഭ്യാസപരമായി എലിജിബിൾ ആണെങ്കിലും, അതായത് വിദ്യാഭ്യാസപരമായി അവർക്ക് കഴിവുണ്ടെങ്കിലും അവർക്ക് വേണ്ടുന്ന ജോലിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക വിദ്യാഭ്യാസമോ ഒന്നും അവർക്ക് നൽകിയിരുന്നില്ല. ദേ വർ ഡിനൈഡ് ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് അവസരങ്ങൾ ലഭ്യമായിരുന്നില്ല, കൊടുത്തിരുന്നില്ല. ആൻഡ് നോട്ട് ഈവൺ കൺസിഡേർഡ് ആസ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളായിട്ടും കണ്ടിരുന്നില്ല. ദീസ് were some of the practices followed for marginalization. This chapter discusses the important people and events that finally led to the achievement of social justice. ഈ ചാപ്റ്ററിൽ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് എങ്ങനെ കിട്ടി, അതിന് ഏതെല്ലാം റിഫോമേഴ്സ് അല്ലെങ്കിൽ ഏതെല്ലാം വ്യക്തികളാണ് അതിന് സഹായിച്ചത് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാർജിനലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ടേമാണ് മാർജിനലൈസേഷൻ. എന്താണ് മാർജിനലൈസേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസസ് വേർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. ഇപ്പോൾ ഏത് പ്രദേശത്താണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ അവർക്ക് പരിഗണന കിട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ തുല്യ പരിഗണന കിട്ടേണ്ടിയിരുന്നത് ആ സ്ഥലത്തിൽ നിന്നും ആ ആളുകളെ ഒഴിവാക്കുന്ന പ്രോസസ്സ്, അതാണ് മാർജിനലൈസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ്. ഒരു കൂട്ടം ആളുകളെ അവരുടെ സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കുക, അതായത് അവർക്ക് ആ സ്ഥലങ്ങളിൽ തുല്യ പരിഗണന കിട്ടേണ്ടതാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് പരിഗണന കിട്ടാതിരിക്കുക, ആണ് മാർജിനലൈസേഷൻ. മാർജിനലൈസേഷൻ ഇൻ സൊസൈറ്റി ഒക്കേഴ്സ് ഫോർ മെനി റീസൺസ്. പല കാരണങ്ങളാലും മാർജിനലൈസേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് നോക്കി എന്താണ് മാർജിനലൈസേഷൻ എന്ന് മനസ്സിലാക്കാം. ഹാവിൻ യു ഒബ്സർവ് ദ പിക്ചേഴ്സ്? വാട്ട് ആർ ദ കണ്ടീഷൻസ് ഡെപിക്റ്റഡ് ഇൻ ദ പിക്ചേഴ്സ്? എന്തൊക്കെയാണ് ഇതിലുള്ള കണ്ടീഷൻസ്? കടല് എന്താ പറയുക, വെള്ളപ്പൊക്കം മൂലം കരയെടുത്തതും അതുപോലെ വലിയ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും നാശനഷ്ടം സംഭവിച്ചതുമായ പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് എന്തൊക്കെയാണ് കാരണങ്ങൾ? നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതുപോലെ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, എർത്ത് ക്വേക്ക്, ഫ്ലഡ്, ഇറോഷൻ, സീ ഇറോഷൻ, ഇതൊക്കെ കാരണങ്ങളാണ്. മാർജിനലൈസേഷൻ ടേക്കൺ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ്സ് കോസ്റ്റ് ഡ്യൂ ടു നേച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. പ്രകൃതിയിലുള്ള സംഭവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പല കാരണങ്ങൾ കൊണ്ടോ, മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങളാലോ ആളുകൾക്ക് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് പല നാശങ്ങളും സംഭവിക്കുന്നു. ലോസ് ഓഫ് അസറ്റ്സ്, അവരുടെ അസറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് ഫ്ലഡ്സ്, എർത്ത്ക്വേക്ക്, ലാൻഡ്സ്ലൈഡ്സ്, സീ ഇറോഷൻ എക്സെട്ര, ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് വാർ, ആക്സിഡൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നും എന്തൊക്കെയാണ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നും നോക്കാം. എന്തൊക്കെയാണ് നേച്ചുറൽ ഡിസാസ്റ്റർ? നിങ്ങൾക്കറിയാം, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, കടലെടുക്കുക. അതായത് കടൽ അവർ പ്രദേശം അല്ലെങ്കിൽ കടലിൽ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചു കടലൊരു പ്രദേശം തന്നെ കടലിലേക്കാക്കി മാറ്റുക, അതാണ് സീ ഇറോഷൻ. അതുപോലെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം മനുഷ്യനുണ്ടാക്കുന്ന ഒന്നാണ്. അതേപോലെ ആക്സിഡൻറ്റുകൾ, വ്യാവസായികമായ പല ദുരന്തങ്ങളും ഇതും മനുഷ്യനുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വഴി ആളുകൾക്ക് അസറ്റുകൾ നഷ്ടപ്പെട്ടു പോവുക. മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ ദ ഇൻറ്റൻഷണൽ എക്സ്ക്ലൂഷൻ ഓഫ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ദെയർ കാസ്റ്റ്, റിലീജിയൻ, ട്രൈബ്, ജെൻഡർ, സ്റ്റാറ്റസ്. അപ്പം മാർജിനലൈസേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അതൊരു ഇൻറ്റൻഷണൽ എക്സ്ക്ലൂഷനാണ്. മനഃപൂർവ്വമായ ആളുകളെ ഒരു സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ അത് നൽകാതെ അവരെ പുറത്താക്കുക.
കാസ്റ്റ്, റിലീജിയൻ, ട്രൈബ്, ജെൻഡർ അനുസരിച്ച് ആളുകളെ പുറന്തള്ളുക, അല്ലെങ്കിൽ ആളുകളെ അവർക്ക് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നൽകാതെ, സമൂഹത്തിൽ നൽകാതെ അവരെ തരംതിരിച്ച് മാറ്റി നിർത്തുക. അതാണ് മാർജിനലൈസേഷൻ. ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ഈസ് എൻ എക്സാമ്പിൾ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ നൽകാതിരിക്കുക, അല്ലെങ്കിൽ അവസരങ്ങൾ നൽകാതിരിക്കുക, അതും ഒരു മാർജിനലൈസേഷൻ ഒരു എക്സാമ്പിളാണ്. ഹൂ ഫേസസ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി? ആരൊക്കെയാണ് മാർജിനലൈസേഷന് ഇരകളായിട്ടുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താ പറയുക മാർജിനലൈസേഷൻ ഫേസസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? മെനി ഗ്രൂപ്പ്സ് ആർ മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ സൊസൈറ്റി. ഒരുപാട് ഗ്രൂപ്പ്സ് സമൂഹത്തിൽ മാർജിനലൈസേഷന് ഇരകളായിട്ടുണ്ട്. അവർക്ക് അത് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാരൊക്കെയാണ്? ദിസ് ഇൻക്ലൂഡ് വുമൺ, ട്രാൻസ്ജെൻഡർ, ദളിത്, ട്രൈബൽസ്, മൈനോറിറ്റീസ്, പോവേർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ, റെഫ്യൂജീസ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, എക്സ് പ്രിസണേഴ്സ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാർജിനലൈസേഷനെ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ അതിന് ഇരകളായിട്ടുണ്ട്. അതാരൊക്കെയാണ്? സ്ത്രീകൾ, അതുപോലെ ട്രാൻസ്ജെൻഡർ, ദളിത് താഴ്ന്ന ജാതിക്കാർ, ട്രൈബൽ, അതുപോലെ മൈനോറിറ്റീസ് സമൂഹത്തിൽ വളരെ കുറച്ച് വിഭാഗക്കാർ. അതായത് ചിലപ്പോൾ അവർ ഒരു ജാതിയാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരാവാം. അപ്പം കുറഞ്ഞ ന്യൂനപക്ഷമുള്ള ആളുകൾ, അവരെയാണ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. പോവേർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ, അതുപോലെ റെഫ്യൂജീസ്, അഭയാർത്ഥികൾ, വേറെ രാജ്യത്തു നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും മാറി വേറെ സ്ഥലത്ത് എത്തിപ്പെട്ടവർ, അവരാണ് റെഫ്യൂജീസ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, ശാരീരികമായ പല പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ എക്സ് പ്രിസണേഴ്സ്, മുമ്പ് തടവുകാരായിട്ടുള്ളവർ. ഇവരൊക്കെ തന്നെ ഫേസസ് പ്രോബ്ലംസ് ഇൻ ദ ലൈഫ്. ദേ ഫേസസ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി. ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ഹാസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് മാർജിനലൈസേഷൻ. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾക്കും ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. അവർക്ക് സ്ട്രഗിൾ ചെയ്ത ഒരു ചരിത്രമുണ്ട്. മാർജിനലൈസേഷനെതിരെ പോരാടിയ ഒരു ചരിത്രം ഓരോ ഗ്രൂപ്പുകാർക്കും ഉണ്ട്. ഗവൺമെൻറ് UP സ്കൂൾ അറ്റ് ഊരൂട്ടമ്പലം ഈസ് നൗ അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ. ഗവൺമെൻറ് UP സ്കൂൾ അറ്റ് ഊരൂട്ടമ്പലം ഇന്ന് എന്തായി മാറി? അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂൾ ഷാൽ ഹെൻസ് ഫോർത്ത് ബി നോൺ ആസ് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂൾ. ഇനി മുതൽ അറിയപ്പെടുന്നത് എന്താണ്? അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ എന്നാണ് ഗവൺമെൻറ് UP സ്കൂൾ ഊരൂട്ടമ്പലം അറിയപ്പെടുന്നത്. അയ്യങ്കാളി സ്റ്റാർട്ടഡ് ദ സ്ട്രൈക്ക് that changed history at ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPS, which was a Kudipallikudam. A Dalit girl named Panchami was not allowed to study in school. Hearing this, Ayyangali came to the school holding Panchami's hand and made her sit in the class. The feudals responded to this by setting fire to the school. The remains, including the half-burned bench, can still be seen in the school museum. പഞ്ചമി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഈ സ്കൂളിൽ, അല്ലെങ്കിൽ ഒരു ദളിത കുട്ടി ഈ സ്കൂളിൽ പഠിക്കാൻ ഫ്യൂഡൽ ലോഡ്സ് അല്ലെങ്കിൽ ഫ്യൂഡൽസ് അനുവദിച്ചില്ല. ഉയർന്ന ജാതിക്കാർ അതിന് അനുവദിച്ചില്ല. അവർ ആ സ്കൂളിന് തീയിടുകയും ചെയ്തു. അപ്പോൾ അയ്യങ്കാളി അതിനെതിരെ പ്രതികരിച്ചു. അത് എങ്ങനെയാണ് പ്രതികരിച്ചത്? ആ കുട്ടിയെ ആ സ്കൂളിൽ ചേർത്താനാണ് നോക്കിയത്. അതിനാണ് ഈ ഫ്യൂഡൽസ് അവിടെ തീയിട്ടത്. ആ ഒരു ബേൺ ബെഞ്ചും ഒക്കെ ഇന്നും അവിടുത്തെ സ്കൂളിലെ മ്യൂസിയത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഹാവ് യു റീഡ് ദ എബവ് ന്യൂസ്? മുകളിൽ തന്ന വാർത്ത നിങ്ങൾ വായിച്ചില്ല? അപ്പോൾ അതൊരു വാർത്തയാണ്. അതാണ് തിരുവനന്തപുരം സ്ഥലമൊക്കെ കൊടുത്ത് തന്നിട്ടുള്ളത്. ഹിസ്റ്റോറിക്കലി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് were denied to the so-called lower caste by those who considered themselves as the upper caste. സ്വയം ഉയർന്ന ജാതിക്കാർ എന്ന് കരുതിയിരുന്നവർ താഴ്ന്ന ജാതിക്കാരെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ അവർക്ക് നൽകിയിരുന്നില്ല. മഹാത്മാ അയ്യങ്കാളി വർക്ക് ടു പ്രൊവൈഡ് ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ദ ഡിപ്രൈവ്ഡ്. ആർക്കാണോ വിദ്യാഭ്യാസം നൽകാൻ സമൂഹം മടിച്ചിരുന്നത് അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നൽകുന്നതിൽ മഹാത്മാ അയ്യങ്കാളി പ്രവർത്തിച്ചു. The greatness of Ayyangali is that he recognized education as a tool for social transformation. സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ
വിദ്യാഭ്യാസമാണ് അതിന് പറ്റിയ ഉപകരണമെന്ന് അയ്യങ്കാളി തിരിച്ചറിഞ്ഞു. ഹോപ്പ് യു ആർ നൗ ഫെമിലിയർ വിത്ത് മഹാത്മാ അയ്യങ്കാളി സ്ട്രഗിൾ അഗെയിൻസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് മാർജിനലൈസേഷൻ. അപ്പോൾ ഇവിടെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, കാസ്റ്റ് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള മാർജിനലൈസേഷനിൽ മഹാത്മാ അയ്യങ്കാളിക്കുള്ള പോരാട്ടത്തിൻ്റെ കാര്യമാണ് നിങ്ങളിവിടെ പരിചയപ്പെട്ടത്. There was a time when Dalits had no right to travel on vehicles, walk on public road, wear good clothes and access education. അപ്പോൾ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ജീവിതമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ദളിതർക്ക് എന്താ പറയുക, വെഹിക്കിളിൽ, വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലെ വാക്ക് ഓൺ പബ്ലിക് റോഡ്, പൊതുജനങ്ങൾ നടക്കേണ്ട റോഡുകളിൽ അവർക്ക് നടക്കാൻ പാടില്ലായിരുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അതുപോലെ വിദ്യാഭ്യാസവും പാടില്ലായിരുന്നു. ദേ വർ ഡിപ്രൈവ്ഡ് ഓഫ് ദ ബേസിക് ഫെസിലിറ്റീസ്, ഡിഗ്നിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം. അവർക്ക് അടിസ്ഥാനമായി ലഭിക്കേണ്ടിരുന്ന എന്താ പറയുക, ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. അതുപോലെ പദവി കിട്ടിയിരുന്നില്ല, തുല്യത കിട്ടിയിരുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. സച്ച് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഈസ് എ സീരിയസ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇത് ശരിക്കും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ തന്നെയാണ്, അല്ലേ? വ്യക്തികളുടെ അവകാശങ്ങൾ നിഷേധിക്കുക തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. മെനി ഗ്രേറ്റ് പീപ്പിൾ ഹു വർക്ക് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ മാർജിനലൈസ്ഡ് പീപ്പിൾ സ്ട്രോങ്ലി അഡ്വക്കേറ്റഡ് എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ടു ഡിഫെൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഒരുപാട് വലിയ വ്യക്തികൾ മനസ്സിലാക്കിയിരുന്നു, മാർജിനലൈസേഷൻ മാറണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ എന്ത് നൽകണം? വിദ്യാഭ്യാസം നൽകണം. അവരതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി ആരൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത് നോക്കാം. ശ്രീനാരായണ ഗുരു, ഹു പ്രീച്ച് ദ മെസ്സേജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിലൂടെ ആളുകളിൽ വെളിച്ചം കൊണ്ടുവരിക, അതാണ് ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചിരുന്നത്. എലോങ് വിത്ത് അതർ റിനൈസൻസ് ലീഡേഴ്സ് ഒപ്പോസ്ഡ് മാർജിനലൈസേഷൻ. അതുപോലെ നവോത്ഥാന നായകന്മാർ, ലീഡേഴ്സ് മാർജിനലൈസേഷനെ എതിർത്തിരുന്നു. ബൈ പോപ്പുലറൈസിങ് മോഡേൺ എഡ്യൂക്കേഷൻ. അവരതെങ്ങനെയാണ് എതിർത്തത്? മോഡേൺ വിദ്യാഭ്യാസം നൽകിയുകൊണ്ട്. വിദ്യാഭ്യാസം നൽകി, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയാണ് അവർ മാർജിനലൈസേഷനെ എതിർത്തത്. ദ സോഷ്യൽ റിഫോമേഴ്സ് ലൈക്ക് കുര്യാക്കോസ് ഏലിയാസ് ചവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വൈക്കം അബ്ദുൾ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ എക്സെട്ര ആർ സം എക്സാമ്പിൾസ്. അപ്പോൾ ഇവരുടെ പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഓരോരുത്തരെ. ജ്യോതിറാവ് ഫൂലേനെ നോക്കാം. ജ്യോതിറാവ് ഫൂലെ 1827 to 1890. Dalit is the term used to describe a community subjected to caste and religious exploitation. അപ്പോൾ ദളിത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സബ്ജക്റ്റഡ് ടു കാസ്റ്റ് ആൻഡ് റിലീജിയസ് എക്സ്പ്ലോയിറ്റേഷൻ. ജാതിപരമായും മതപരമായിട്ടുമൊക്കെ ചൂഷണത്തിനിരയായ ഒരു സമൂഹമാണ് ദളിത്. ദ ടേം വാസ് യൂസ്ഡ് ബൈ ജ്യോതിറാവ് ഫൂലെ, ഹു ഇനിഷ്യേറ്റഡ് സോഷ്യൽ ചേഞ്ച് ഡ്യൂറിങ് ഹിസ് ടൈം. ആ ഒരു ദളിത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ്. അദ്ദേഹം സമൂഹത്തിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിൽ ശ്രമിച്ചിരുന്നു. ഫൂലെ എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വിമൻ ആൻഡ് ദളിത്. ദളിതർക്കും സ്ത്രീകൾക്കും വേണ്ടി അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ഇനി നമുക്ക് സാവിത്രി ഫൂലെ ആരാണെന്ന് നോക്കാം. 1831 to 1897. ഷീ വാസ് ദ ഹെഡ് മിസ്ട്രസ് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ പൂനെ. പൂനെയിൽ പെൺകുട്ടികൾക്കായി തുടങ്ങിയ ആദ്യത്തെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആണ് സാവിത്രി ഫൂലെ. എ നൈറ്റ് സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഫാമേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അതുപോലെ തന്നെ അവർ ഫാമേഴ്സിനും ജോലിക്കാർക്കും കൃഷിക്കാർക്കും വേണ്ടി ഒരു രാത്രി സ്കൂളും തുടങ്ങിയിരുന്നു. പൂനെ യൂണിവേഴ്സിറ്റി വാസ് റീനെയിംഡ് ആസ് സാവിത്രി ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഹർ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ അവർ നൽകിയ സംഭാവനകൾ പ്രമാണിച്ച് അതിനെ ആദരിച്ചുകൊണ്ട് അവർക്ക് പൂനെ യൂണിവേഴ്സിറ്റിയുടെ പേര് സാവിത്രി ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റി. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ 1879 to 1973. He is the founder of the self-respect movement and was one of the leading anti-caste activists in India. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകനും അതുപോലെ
കാസ്റ്റ് ആക്ടിവിറ്റീസിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുമായിരുന്നു. Being a social reformer, he stood against social discrimination based on Brahmin dominance. അപ്പം ബ്രാഹ്മിൻസിന് സമൂഹത്തിൽ വലിയൊരു സ്ഥാനമായിരുന്നു. അപ്പോൾ അതിനെതിരെ ആ ഒരു തരംതിരിവിനെതിരെ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമറാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്. സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. പെരിയാർ ഓൾസോ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൻസ് എഡ്യൂക്കേഷൻ. അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പ്രാധാന്യം നൽകിയിരുന്നു. ട്രൈബൽസ് were another group who faced social marginalization like the Dalit. നമ്മൾ നേരത്തെ പറഞ്ഞു ദളിതർ മാർജിനലൈസേഷൻ അനുഭവിച്ചിരുന്നു എന്ന്. അതുപോലെ ട്രൈബൽസും വേറൊരു വിഭാഗമാണ്, അവർക്കും മാർജിനലൈസേഷൻ പ്രശ്നമുണ്ടായിരുന്നത്. മാർജിനലൈസേഷന് ഫേസ് ചെയ്ത വേറൊരു കൂട്ടരാണ് ട്രൈബൽസ്. ഇനി ആരാണ് ട്രൈബൽസ് നോക്കാം. ട്രൈബൽ പീപ്പിൾ ആർ ദോസ് ഹു ലീവ് ടുഗദർ ഇൻ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയ who create their own knowledge and live by applying them since time immemorial. അപ്പോൾ അവർക്ക് അറിയില്ല ഏത് കാലം മുതലാണ് അവർ ഒന്നിച്ച് കഴിയാൻ തുടങ്ങിയതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഏതോ കാലം മുതൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരൊരു പ്രത്യേക ഏരിയയിൽ, ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിൽ സ്ഥിരമായി താമസിക്കുന്ന, ഒന്നിച്ച് താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും അവർക്ക് അവരുടേതായ അറിവുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചവരാണ് എന്ത് ട്രൈബൽ പീപ്പിൾ. ദേ ഫോളോ ദെയർ ഓൺ വേ ഓഫ് ലൈഫ്, ആർട്ട് ആൻഡ് കൾച്ചറൽ വാല്യൂസ്. അവർക്ക് അവരുടേതായ ഒരു ജീവിത രീതിയുണ്ട്, ഒരു ആർട്ടുണ്ട്, അതേപോലെ സാംസ്കാരികമായ മൂല്യങ്ങളുമുണ്ട്. ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ട്രൈബൽ പീപ്പിൾ ആർ മോർ വൈഡ്ലി അക്സെപ്റ്റഡ് നൗ ദാൻ എവർ ബിഫോർ. ഇന്ന് അവരുടെ പല കോൺട്രിബ്യൂഷൻസും, കൾച്ചറൽ കോൺട്രിബ്യൂഷൻസും മുമ്പുണ്ടായതിനേക്കാളും നമ്മൾ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ദ ട്രൈബൽ പീപ്പിൾ who had supreme command over the resources of their natural habitat gradually lost this control and were subsequently marginalized. മുമ്പ് അവർക്ക് അവരുടെ നേച്ചുറൽ റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുടെ നേച്ചുറൽ ഹാബിറ്റാറ്റിലുള്ള നേച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യാനുള്ള അധികാരം, സുപ്രീം കമാൻഡ് അല്ലെങ്കിൽ അധികാരം അവർക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാലക്രമേണ അവർക്കതെല്ലാം നഷ്ടപ്പെട്ടു, മറ്റുള്ളവരത് നശിപ്പിച്ചു. അങ്ങനെ അവർ മാർജിനലൈസ്ഡ് ആയി. വാരിയർ എൽവിൻ, one of the most important contributions to Indian anthropology, he worked for the preservation of the unique life of tribal people. ഇപ്പോൾ ട്രൈബൽ പീപ്പിളിന് വേണ്ടി വർക്ക് ചെയ്ത ഒരാളാണ് വാരിയർ എൽവിൻ. He held significant influence in shaping India's policy towards tribal people. ട്രൈബൽ പീപ്പിളിന് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ നയങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിൽ, ഫോം ചെയ്യുന്നതിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് വാരിയർ എൽവിൻ. ഫോർ എ ലോങ് ടൈം ദർ എക്സിസ്റ്റഡ് ദ പെർസെപ്ഷൻ ദാറ്റ് ഓൺലി ദ നോളേജ്, ആർട്ട് ആൻഡ് കൾച്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡോമിനൻറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ആർ വാല്യബിൾ. ഒരുപാട് കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നൊരു കാര്യം, സമൂഹത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആൾക്കാരാണ് അറിവുള്ളത്, ആർട്ടിൽ, കൾച്ചറിൽ എല്ലാം തന്നെ അവർക്കായിരുന്നു അറിവുള്ളതെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. ബട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, മെഡിസിൻ ആൻഡ് അഗ്രികൾച്ചർ, ദ ട്രൈബൽസ് ഹാവ് എക്സലൻറ്റ് നോളേജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ദേ ഹാവ് എക്വയർഡ് ത്രൂ ക്ലോസ് കോണ്ടാക്ട് വിത്ത് നേച്ചർ. പക്ഷേ ട്രൈബൽസിന് അവർക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ അറിവുകൾ ലഭിച്ചിരുന്നു. അവർക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു. ആർട്ടിലും ലാംഗ്വേജിലും ലിറ്ററേച്ചർ, മെഡിസിൻ, അഗ്രികൾച്ചർ എല്ലാ ഫീൽഡിലും അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. കാരണം അവർക്ക് നേച്ചറുമായി നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ദർ ആർ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് വിത്ത് യുണീക്ക് മ്യൂസിക്കൽ ട്രഡീഷൻ. അവർക്ക് തന്നെ അവരുടേതായ ഒരു മ്യൂസിക്കൽ ട്രഡീഷനുള്ള പല ട്രൈബൽ ഗ്രൂപ്പ്സും ഉണ്ട്. ഡോക്ടർ എ അയ്യപ്പൻ, 1905 to 1988. Ayyappan was born on February 5, 1905 at Pavaratti in Thrissur district. He was a prominent anthropologist, നരവംശ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, who studied about Indian culture. He completed research studies under Malinowski and Raymond Firth from the London School of Economics and made outstanding contribution to the study of ഈഴവ ഗോത്ര കമ്മ്യൂണിറ്റി ഇൻ കേരള. ഈഴവ ഗോത്ര കമ്മ്യൂണിറ്റിയെ കുറിച്ച് സ്റ്റഡി നടത്തിയ ഒരാളാണ് ഡോക്ടർ എ അയ്യപ്പൻ. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ആന്ത്രോപോളജിസ്റ്റാണ്. ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് പഠിച്ച ഒരാളാണ്. നഞ്ചിയമ്മ
from Irula tribe of Attapadi in Palakkad district won the 2020 National Film Award for the Best Female Singer. 2020 ബെസ്റ്റ് ഫീമെയിൽ സിംഗറിനുള്ള നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് നഞ്ചി അമ്മ. ഇവർ ഇരുള ട്രൈബിൽ പെടുന്ന ആളാണ്. പാലക്കാടുള്ള അട്ടപ്പാടിയിലാണ് താമസം. നഞ്ചി അമ്മ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ദ ട്രൈബ്സ് ടു വിൻ ദിസ് അവാർഡ്. ഇവരുടെ ട്രൈബിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയ ആദ്യത്തെ ഒരു വ്യക്തിയാണ് നഞ്ചി അമ്മ. ഹെർ സോങ് സ്റ്റാർട്ടഡ് വിത്ത് ദ ലൈൻസ് കലകാത സന്തനമേര് വെഗുവോ പൂത്തിരിക്കോ. ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അയ്യപ്പനും കോശിയിലും എന്ന സിനിമയിലെ പാട്ടാണ്. ദേ ഓൾസോ ഹാവ് ദ എക്സ്പെർട്ടൈസ് ടു മേക്ക് ആൻഡ് ടു യൂസ് എ വെറൈറ്റി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ചെക്ക് ഔട്ട് സം പിക്ചേഴ്സ് റിലേറ്റഡ് ടു ട്രൈബൽ ലൈഫ്. ഇവർക്ക് പല വിധത്തിലുള്ള പല വെറൈറ്റീസിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും അറിയുമായിരുന്നു. ഇത്തരത്തിലുള്ള ചില പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. വെൽഫെയർ പ്രോഗ്രാംസ് ആൻഡ് ഫോളോ അപ്പ് മെഷേഴ്സ് എയിംഡ് അറ്റ് എൻഷുറിംഗ് ദ റൈറ്റ് ടു ഓൺ ലാൻഡ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ഹെൽത്ത് കെയർ ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചില വെൽഫെയർ പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ഷേമ പ്രോഗ്രാംസൊക്കെ ട്രൈബൽസിൻ്റെ ക്ഷേമ പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. എന്തൊക്കെയാണ് എൻഷുർ ചെയ്യുന്നത്? റൈറ്റ് ടു ഓൺ ലാൻഡ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ഹെൽത്ത്. വിദ്യാഭ്യാസ അവകാശങ്ങൾ, വിദ്യാഭ്യാസ അവസരങ്ങൾ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ആരോഗ്യം, അതുപോലെ ലാൻഡ് കൈവശം വെക്കാനുള്ള അവകാശം തുടങ്ങിയ പരിപാടികളാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടു പോരുന്നത്. വിമൻ ആർ എ സോഷ്യൽ ഗ്രൂപ്പ് ദാറ്റ് ഹാസ് ബീൻ മാർജിനലൈസ്ഡ് ഡ്യൂ ടു ജെൻഡർ സ്റ്റാറ്റസ്. അപ്പം സ്ത്രീകളും ഇതേപോലെ മാർജിനലൈസേഷന് ഇരകളാണ്. റീഡ് ദ ടെസ്റ്റിമോണിയൽ ബിലോ. ദോസ് ഡേയ്സ് no women acted in dramas. The society didn't approve this. Yet I took the decisions to act in drama. ഇത് ഒരു ഫിലിം ആർട്ടിസ്റ്റ് നിലമ്പൂർ ആയിഷ പറഞ്ഞിട്ടുള്ള അവരുടെ ഓർമ്മക്കുറിപ്പുകളാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവർ പറയാണ്, ദോസ് ഡേയ്സ് നോ വിമൻ ആക്ടഡ് ഇൻ ഡ്രാമ. അക്കാലത്ത് സ്ത്രീകൾ നാടകത്തിലൊന്നും അഭിനയിച്ചിരുന്നില്ല. ദ സൊസൈറ്റി ഡിഡിൻറ്റ് അപ്രൂവ് ദിസ്. സമൂഹം അതിനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാലും ഞാൻ നാടകത്തിൽ അഭിനയിക്കാനുള്ള തീരുമാനമെടുത്തു. വി പെർഫോംഡ് പ്ലേസ് ഇൻ മെനി പ്ലേസസ് ഓഫ് നോർത്ത് മലബാർ. നോർത്ത് മലബാറിലെ പല ഭാഗങ്ങളിലും ഞങ്ങൾ പല നാടകങ്ങളും കളിച്ചു. ഐ വാസ് സ്റ്റോൺ വൈൽ പ്ലേയിങ് ഡ്രാമ ഇൻ മുക്കം. മുക്കത്ത് ഡ്രാമ കളിച്ച സമയത്ത് എനിക്ക് കല്ലുകൊണ്ട് ഏറ് കിട്ടി. ബിഫോർ ഐ കുഡ് ഫിനിഷ് ദ ഡയലോഗ് എ സ്റ്റോൺ ഹിറ്റ് മീ ഇൻ ദ ഫേസ്. അപ്പോൾ ഡയലോഗ് പറയുന്നതിന് മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ ഒരു കല്ലുകൊണ്ട് മുഖത്തൊരു ഏറ് കിട്ടി. ഐ ഡിഡിൻറ്റ് ഫ്ലിഞ്ച്, മൈ മൗത്ത് വാസ് ബ്ലീഡിങ്. ഞാൻ ആ ഡയലോഗ് പറയുന്നത് നിർത്തിയില്ല. എൻ്റെ വായിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു. ബട്ട് ദ ഡ്രാമ വാസ് കംപ്ലീറ്റഡ് വിത്തൗട്ട് എ സിംഗിൾ ഡയലോഗ് ബീങ് മിസ്ഡ് ഓർ ഫോർഗോട്ടൺ. ആ ഡ്രാമ ഒരു സിംഗിൾ ഡയലോഗ് പോലും മിസ്സാക്കാതെ, മുഴുവൻ മറക്കാതെ അല്ലെങ്കിൽ മുഴുവൻ ഓർത്തും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ആൻ അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ഓൺ മൈ ലൈഫ് ഓൺ ദ സ്റ്റേജ് വൈൽ ഐ വാസ് പെർഫോമിംഗ് എ പ്ലേ അറ്റ് മേളക്കം ഇൻ മഞ്ചേരി. മഞ്ചേരിയിൽ ഞാനൊരു പ്ലേ പെർഫോം ചെയ്ത സമയത്ത് വേറൊരു സംഭവം നടന്നു. പെർഹാപ്സ് നോ ആക്ടർ കുഡ് എവർ ഹാവ് സച്ച് എൻ എക്സ്പീരിയൻസ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരു ആക്ടർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. അബൌട്ട് ഹാഫ് വേ ത്രൂ ദ പ്ലേ എ ബുള്ളറ്റ് വിസ്ഡ് പാസ് മൈ ഹെഡ്. ആ നാടകം പകുതിയാവുന്നതിനിടയ്ക്ക് ഒരു ബുള്ളറ്റ് എൻ്റെ തലേൻ്റെ അടുത്തൂടെ പാസ് ചെയ്തു പോയി. ലക്ലി ആഫ്റ്റർ ഡെലിവറിങ് ദ ഡയലോഗ് ഐ ടേൺ മൈ ഹെഡ് അറ്റ് ദാറ്റ് മോമെൻറ്റ്. എന്തോ ഭാഗ്യത്തിന് ഡയലോഗ് പറഞ്ഞ് ഞാൻ തല വെട്ടിച്ചിരുന്നു. അതുകൊണ്ട് ആ ബുള്ളറ്റ് എനിക്ക് പറ്റിയിരുന്നില്ല. ആ ഒരു മൊമെൻറ്റിൽ എനിക്കത് ഒന്നും സംഭവിച്ചില്ല. സോ ഇറ്റ് ഡിഡിൻറ്റ് ഹിറ്റ് മൈ ഹെഡ്. അതുകൊണ്ട് അതിൻ്റെ തലയ്ക്കൊന്നും വന്ന് പറ്റിയില്ല. ഐ ഹാവ് ഫേസ്ഡ് മെനി ചാലഞ്ചസ് ലൈക്ക് ദിസ്. നൺ ഓഫ് ദീസ് കുഡ് സ്റ്റോപ്പ് us. ഐഷ can't be defeated that easily. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലതും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ചാലഞ്ചസും ഞാൻ നേരിടേണ്ടി വന്നു. പക്ഷേ ഒന്നും തന്നെ എന്നെ നിർത്തിയില്ല. അതായത് ഒന്നും
എൻ്റെ നാടകീയ ജീവിതത്തെ ബാധിച്ചില്ല. നാടകം കലയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഞാനതൊരിക്കലും നിർത്തിയില്ല. നിലമ്പൂർ ആയിഷ. ബിറ്റ്വീൻ ലൈഫ് ആൻഡ് സ്റ്റേജ്. ബിറ്റ്വീൻ ലൈഫ് ആൻഡ് സ്റ്റേജ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ദിസ് ഈസ് ആൻ anecdote ഫ്രം ദ മെമ്മോയർ ഓഫ് നിലമ്പൂർ ആയിഷ, എ വെൽ നോൺ തിയേറ്റർ ആൻഡ് ഫിലിം ആർട്ടിസ്റ്റ് ഇൻ കേരള. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫിലിം ആർട്ടിസ്റ്റാണ് നിലമ്പൂർ ആയിഷ. അവരുടെ ഓർമ്മക്കുറിപ്പുകളാണ്. വാട്ട് ആർ ദ ചാലഞ്ചസ് ദേ ഹാവ് ടു ഫേസ് ഫ്രം ദ സൊസൈറ്റി? വാട്ട് ഈസ് ദ റീസൺ? അവർക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിനൊക്കെ കാരണം എന്താണ്? ഡ്യൂറിങ് ദോസ് ഡേയ്സ് വിമൻ വേർ ഫോർബിഡൻ ടു എൻഗേജ് ഇൻ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക എന്നുള്ളത് ഫോർബിഡൻ ആയിരുന്നു. അത് അനുവദിച്ചിരുന്നില്ല. അത് വളരെ തെറ്റായിട്ടായിരുന്നു അക്കാലത്ത് കണ്ടിരുന്നത്. ഇൻ ഹിസ്റ്ററി വി ക്യാൻ സീ മെനി സച്ച് എക്സ്പീരിയൻസസ് നോട്ട് ഓൺലി ഇൻ ആർട്ട് ബട്ട് ഇൻ സെവറൽ ഫീൽഡ്സ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നമ്മൾ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൻ്റെ പല പല ഫീൽഡിലും പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. വിമൻ വേർ ഐദർ മാർജിനലൈസ്ഡ് ഓർ ഡിനൈഡ് ഈക്വൽ റൈറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ജെൻഡർ. അവർ സ്ത്രീയാണ് എന്ന ഒറ്റൊരു കാരണം തന്നെ അവർക്ക് ചില അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. എ മിസ്കൺസെപ്ഷൻ persisted in the society that women deserve only lower status in the field of art, education, work and domestic spheres. അപ്പോൾ സമൂഹത്തിൽ അവർക്കൊരു താഴ്ന്ന സ്ഥാനമായിരുന്നു നൽകിയിരുന്നത്. ആർട്ട്, എഡ്യൂക്കേഷൻ, വർക്ക്, ഡൊമസ്റ്റിക് സ്ഫിയർ എന്നീ മേഖലകളിലും അവർക്കൊരു ലോവർ സ്റ്റാറ്റസ് ആണ് സമൂഹം നൽകിയിരുന്നത്. ഇനി നമുക്ക് പണ്ഡിറ്റ് രമാബായി ആരാണെന്ന് നോക്കാം. പണ്ഡിത രമാബായി 1858 to 1922, a prominent figure among the social reformers in India who worked for the rights and empowerment of women in the 19th century. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി അവരുടെ സമൂഹത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രമുഖ വ്യക്തിയാണ് പണ്ഡിത രമാബായി. എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ഓഫ് ദ വിഡോസ് were the major areas of activity. ഇവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് വിദ്യാഭ്യാസത്തിനും വിഡോസിൻ്റെ വെൽഫെയർ പ്രവർത്തനങ്ങൾക്കാണ്. വിധവകളുടെ വെൽഫെയർ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഷീ സ്റ്റഡീഡ് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് വിമൻ ഇൻ ഇന്ത്യ ആൻഡ് ലെഡ് ദ ആക്ടിവിറ്റീസ് ടു സോൾവ് ദ പ്രോബ്ലം. ഇപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയും ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് ഡോക്ടർ പൂനൻ ലൂക്കോസിനെ കുറിച്ച് പഠിക്കാം. 1886 to 1976. She did her MBBS from the University of London as Indian universities did not admit women for the same. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സ്ത്രീകൾക്കായി ഒരു MBBS ഒന്നും നടത്തിയിരുന്നില്ല. അതുകൊണ്ട് ഇവർ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിച്ചു. She became famous as the first woman graduate in medicine from Kerala. കേരളത്തിൽ നിന്നും ആദ്യത്തെ MBBS സ്റ്റുഡൻ്റാണ്. അതുപോലെ മെഡിസിനിൽ ഗ്രാജുവേഷൻ നേടിയ ആദ്യത്തെ സ്ത്രീയാണ്. ഷി വാസ് ദ ഫസ്റ്റ് വിമൻ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ദ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ വിമൻ റെപ്രസെൻറ്റേറ്റീവ്, ആദ്യത്തെ വുമൺ റെപ്രസെൻറ്റേറ്റീവ്, ഫസ്റ്റ് വിമൻ റെപ്രസെൻറ്റേറ്റീവും കൂടിയാണ് ഡോക്ടർ പൂനൻ ലൂക്കോസ്. ഇനി നമുക്ക് EK ജാനകി അമ്മാൾ ആരാണെന്ന് നോക്കാം. 1897 to 1984. The world renowned botanist born in Talasheri, Kerala. She developed high-yielding sugarcane hybrid at the Sugarcane Research Center in Coimbatore. She was the first Director General of the Botanical Survey of India. In 1977, the nation honored her with the Padma Shri Award. ഇപ്പം അറിയപ്പെട്ട ഒരു ലോകത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു ബൊട്ടാണിസ്റ്റാണ്. തലശ്ശേരിയിലാണ് ജനിച്ചത്. ഷുഗർ കെയിൻ ഹൈ ഈൽഡിങ് തരുന്ന ഷുഗർ കെയിൻ ഹൈബ്രിഡുകൾ വികസിപ്പിച്ചെടുത്തു. അങ്ങനെ എവിടെയാണ് അത് വികസിപ്പിച്ചെടുത്തത്? ഷുഗർ കെയിൻ റിസർച്ച് സെൻറ്റർ ഇൻ കോയമ്പത്തൂർ. കോയമ്പത്തൂരുള്ള ഷുഗർ കെയിൻ റിസർച്ച് സെൻറ്ററിലാണ് ഹൈ ഈൽഡിങ് ഷുഗർ കെയിൻ ഹൈബ്രിഡ്സ് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ കൂടിയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ഡയറക്ടർ ജനറലാണ് EK ജാനകി അമ്മാൾ. 1977 നമ്മുടെ രാജ്യം പത്മശ്രീ അവാർഡ് അവർക്ക് നൽകി ആദരിച്ചു. അപ്പാർട്ട് ഫ്രം വിമൻ,
ട്രാൻസ്ജെൻഡേഴ്സ് ഓൾസോ സഫർ ഫ്രം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇപ്പോൾ സ്ത്രീകളെ കൂടാതെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച വേറൊരു കൂട്ടരാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? ട്രൈബൽസ്, അതുപോലെ ദളിത്, ആദ്യം പഠിച്ചു ദളിത്, ട്രൈബൽസ്, പിന്നെ വിമൻ. Now we are going to study transgenders also faced gender discrimination. Transgender person means a person whose gender does not match with the gender assigned to that person at birth. This includes trans men and trans women. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ എങ്ങനെയായിരുന്നോ, ഏത് ജെൻഡറിൽ പെട്ടിരുന്നോ അതിൽ മാച്ച് അല്ലാത്ത ഒരു ജെൻഡറിലേക്ക് കൈമാറുക, അതാണ് ട്രാൻസ്ജെൻഡർ. അങ്ങനെ ട്രാൻസ് വിമൻ ഉണ്ട്, ട്രാൻസ് മെന്നും ഉണ്ട്. നമുക്ക് മൈനോറിറ്റി, ദ ടേം അപ്ലൈഡ് ടു ഗ്രൂപ്പ്സ് ദാറ്റ് ആർ ഫ്യൂ ഇൻ ദ ടോട്ടൽ പോപ്പുലേഷൻ. മൊത്തം ജനസംഖ്യ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ ഒരു വിഭാഗത്തിൽ പെടുന്നുള്ളൂ. അങ്ങനെയുള്ള വിഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനോറിറ്റീസ്. ട്രയംഫ് ഓഫ് ദ വിൽ. അപ്പോൾ നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ജയിക്കാം. തിരുവനന്തപുരം. ഹസ്ന ആൻഡ് ഫെബിൻ ഫേസ് ദ ഡാർക്ക് ലൈഫ്സ് with determination and bring light to the classroom. അപ്പോൾ ഡാർക്ക്നെസ്സിൽ ജീവിച്ചെങ്കിലും അവർ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്നു. ആരൊക്കെയാണ് കൊണ്ടുവന്നത്? ഹസ്നയും ഫെബിനും. ശാരദാ ദേവി ഫ്രം തിരുവനന്തപുരം portrays Shakespeare and Shelley beautifully, proving that wheelchair is not a limitation. വീൽചെയർ ഒരു ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചതാണ് ശാരദാ ദേവി. These three teachers, ഹസ്ന, ഫെബിൻ, ശാരദാ ദേവി, ഈ മൂന്ന് ടീച്ചേഴ്സും who had overcome physical challenges and achieved success in life are now role models for the differently abled. ഇപ്പം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതായത് ശാരീരികമായി പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഒരു റോൾ മോഡലായിട്ടുള്ളവരാണ് ഈ മൂന്ന് പേരും. കാരണം ഇവർ ജീവിതത്തിലെ ഫിസിക്കൽ ചാലഞ്ചസ് ഒക്കെ അച്ചീവ് ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിച്ചവരാണ്. Suffering from a rare disease and unable to move without the aid of the wheelchair, Sharda Devi was always at the forefront in studies. ഇപ്പോൾ ജീവിതത്തിൽ ആർക്കുമില്ലാത്ത ഒരു അസുഖം, വളരെ റെയർ ആയിട്ടുള്ള അപൂർവമായിട്ടുള്ള അസുഖം ബാധിച്ച ഒരാളാണ് ശാരദാദേവി. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാന്നതും കൂടെ വളരെ പ്രയാസമായിരുന്നു. വീൽചെയറിൻ്റെ സഹായത്താൽ അല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ഇവർക്ക് പ്രയാസമായിരുന്നു. പക്ഷേ അവർ ജീവിതത്തിൽ പഠനത്തിൽ അവർ മുൻപന്തിയിലായിരുന്നു. ഫെബിൻ മറിയം ജോസ് ലോസ്റ്റ് ഐസൈറ്റ് അറ്റ് ദ ഏജ് ഓഫ് 17. 17-ാമത്തെ വയസ്സിൽ ഫെബിന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഹെലൻ കെല്ലർ who proved that blindness is not an obstacle to attain life's achievement is Febin's hero. ഫെബിൻ്റെ ഹീറോ ആരായിരുന്നു? ഹെലൻ കെല്ലറാണ്. കാരണം അവരും ഇതുപോലെ അന്ധയാണ്. അപ്പം അന്ധയായിട്ടും അവർ ജീവിതത്തിൽ വിജയം കൈവരിച്ചിരുന്നു. അപ്പോൾ ഫെബിനും അതുപോലെ ബ്ലൈൻഡ്നെസ് ജീവിതത്തിൻ്റെ അച്ചീവ്മെൻറ്റ് നേടുന്നതിൽ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ അന്ധത, കണ്ണ് കാണായ്മ ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചു. ഹസ്ന, നേറ്റീവ് ഓഫ് അഴീക്കോട് ഇൻ നെടുമങ്ങാട്, വാസ് ഏബിൾ ടു സീ അണ്ടിൽ ദ ഏജ് ഓഫ് 11. 11 വയസ്സ് വരെ കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷം കാഴ്ചയില്ലാത്ത ആളാണ് ഹസ്ന. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദർ ഫാമിലീസ്, the trio, who were brilliant at studies, overcame the limitations and became teachers in government colleges. അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ മൂന്ന് പേർക്കും. അതുപോലെ ഇവർ പഠനത്തിൽ ബ്രില്യൻ്റ് ആയിരുന്നു. ജീവിതത്തിലുള്ള എല്ലാ ലിമിറ്റേഷൻസിനെയും അവർ തരണം ചെയ്ത് ഗവൺമെൻറ് കോളേജസിലെ ടീച്ചേഴ്സായി മാറി. Above is the news about 3 individuals who overcame ഫിസിക്കൽ ചാലഞ്ചസ് ആൻഡ് അച്ചീവ്ഡ് സക്സസ് ഇൻ ലൈഫ്. നമ്മളിപ്പോൾ മുമ്പ് കണ്ടത് എന്താണ്? 3 പേര് ഫിസിക്കൽ ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിച്ചു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ഡ്യൂ ടു ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫേസ് മെനി ചാലഞ്ചസ് ഇൻ ദ ഡെയിലി ലൈഫ് കമ്പയർഡ് ടു അതേഴ്സ്. ഇപ്പം ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ആണ് ഇപ്പം അതിന് പറയുക. അതായത് ശാരീരികമായി തളർന്ന ആളുകൾക്ക് പറയുന്നതാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. അവർക്ക് ആ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ജീവിതത്തിൽ വിജയിക്കാൻ മറ്റുള്ളവരെ പോലെ തന്നെ യോഗ്യരാണ്. അവർക്ക് കഴിവുണ്ട്. ദർ ആർ വേരിയസ് കാറ്റഗറീസ് ഓഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. പലതരത്തിലുള്ള ആളുകളുണ്ട്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ പലതരത്തിൽ, കണ്ണ് കാണാത്ത ആൾക്കാർ, ചെവി കേൾക്കാത്ത ആൾക്കാർ, നടക്കാൻ കഴിയാത്തവർ, പല വിഭാഗക്കാരുണ്ട്. മാർജിനലൈസേഷൻ ഈസ്
ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പോൾ മാർജിനലൈസേഷനും അതുപോലെ പല വ്യത്യസ്ത കാറ്റഗറിക്കും വ്യത്യസ്തം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. എന്താണ് 2016 റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്താണ്? ദ ആക്ട് വാസ് എനാക്റ്റഡ് ടു എൻഷുർ നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഈക്വൽ സോഷ്യൽ ലൈഫ് ഫോർ ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ആളുകൾക്ക് എല്ലാം തന്നെ സമൂഹത്തിൽ ഒരു തരംതിരിവും പാടില്ല, ഈക്വൽ ആയിട്ടുള്ള സ്ഥാനം തന്നെ നൽകണം എന്നാണ് ഈ നിയമം പറയുന്നത്. പാരാലിമ്പിക്സ്. ദ പാരാലിമ്പിക്സ് ആൻഡ് ഇന്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അത്ലറ്റ്സ് ബിഗാൻ ഇൻ 1948. 1948 തുടങ്ങിയ ഒരു ഒളിമ്പിക്കാണ്. അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷനാണ് പാരാലിമ്പിക്സ്. സ്റ്റാർട്ട് ചെയ്ത ഏത് വർഷമാണ്? 1948. കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ. ഇന്ത്യൻ ഭരണഘടന ഈ ഒരു ഡിസ്ക്രിമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ B.R. അംബേദ്കർ 1891 to 1956. ദി ആർക്കിടെക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. അദ്ദേഹമാണ് അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൂടുതലായി ചെയ്തിട്ടുള്ളത്. ഹി വർക്ക് ഹാർഡ് ഫോർ ദ സോഷ്യോ പൊളിറ്റിക്കൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദളിതരുടെ സോഷ്യോ പൊളിറ്റിക്കൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, അതായത് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ B.R. അംബേദ്കർ. ഹി പ്രസൻറ്റഡ് ദ പ്രോബ്ലംസ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം മുമ്പിൽ കൊണ്ടുവന്നു. ത്രൂ ഹിസ് റൈറ്റിംഗ്സ് ആൻഡ് സ്റ്റുഡ് ഫോർ ദർ ലീഗൽ പ്രൊട്ടക്ഷൻ. അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെ ആണ് അവരുടെ പ്രശ്നങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നത്. അതുപോലെ ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടിയും നിലകൊണ്ട ഒരാളാണ് ഡോക്ടർ B.R. അംബേദ്കർ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ടു ഓൾ സിറ്റിസൺസ്. ഇന്ത്യൻ ഭരണഘടന എല്ലാ വ്യക്തികൾക്കും എല്ലാ സിറ്റിസണിനും ഗ്യാരണ്ടി നൽകുന്നത് എന്താണ്? ഇക്വാലിറ്റിയാണ്, തുല്യതയാണ്. എല്ലാവരും തുല്യരാണ് എന്ന ഗ്യാരണ്ടി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഏത് ആർട്ടിക്കിളിലാണ് അത് പറയുന്നത്? ആർട്ടിക്കിൾ 14. ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് there shall be no discrimination on grounds of religion, race, caste, sex and place of birth. യാതൊരു കാരണവശാലും നമ്മൾ ഈ വക കാര്യങ്ങളിൽ റിലീജിയൻ, കാസ്റ്റ്, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നീ കാര്യങ്ങളിൽ ഒരു തരംതിരിവ് ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരും ഇന്ത്യക്കാരാണ്, യാതൊരു തരംതിരിവും പാടില്ല എന്നുള്ള കാര്യത്തിൽ ഭരണഘടന ഉറപ്പ് പറയുന്നുണ്ട്. വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഡിസ്ക്രിമിനേഷൻ മുഴുവനായിട്ടും ഒഴിവാക്കണമെന്ന് പറയുന്നത്? കാരണം അത് നമ്മുടെ സോഷ്യൽ പ്രോഗ്രസ്സിന് തന്നെ ഹിൻഡ്രൻസ് ആണ്, തടസ്സമാണ്. അതുപോലെ ക്രിയേറ്റ്സ് എക്കണോമിക് ഇനീക്വാലിറ്റി. സമൂഹത്തിൽ സാമ്പത്തികമായ അസമത്വങ്ങൾ, തുല്യതയില്ലായ്മ കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലായ്മ ചെയ്യണം. ഡിനൈസ് സേഫ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, social systems, environment, political and economic factors hinder the progress, leading to the marginalization of certain groups. The social system, സമൂഹത്തിലുള്ള എന്താ പറയുക, സമ്പ്രദായങ്ങൾ, രീതികൾ, ചുറ്റുപാടുകൾ, രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായ ഘടകങ്ങളെല്ലാം തന്നെ പ്രോഗ്രസ്സിന് ഹിൻഡ്രൻസ് ആണ്, തടസ്സമാണ്. അത് സർട്ടൻ ഗ്രൂപ്പ്സിൻ്റെ മാർജിനലൈസേഷന് കാരണമാകും. അതുകൊണ്ട് ഭരണഘടന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്, ഈക്വാലിറ്റി നൽകുന്നുണ്ട്. നൗ യു മേ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എ സോഷ്യൽ കണ്ടീഷൻ ദാറ്റ് കൺസിഡേഴ്സ് ഈക്വൽ ജസ്റ്റിസ് ടു എവരി വൺ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ നിലനിൽപ്പിനും അതിൻ്റെ വളർച്ചയ്ക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ത്? ഈക്വൽ ജസ്റ്റിസ്. അതുപോലെ സോഷ്യൽ കണ്ടീഷൻസ് എല്ലാം. In democracy, resistance to marginalization and equal justice can be achieved only by ensuring the participation for all. എല്ലാവരെയും ഭരണഘടന ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റെസിസ്റ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മാർജിനലൈസേഷനെ റെസിസ്റ്റ് ചെയ്യാനും എതിർക്കാനും ഈക്വൽ ജസ്റ്റിസ് ഉണ്ടാവാനും നേടാനും സാധിക്കൂ.